വത്സൻ തില്ലങ്കേരി, ഇതിപ്പോൾ കോടതിയുടെ ഭാഗത്തുനിന്ന് ചില ചോദ്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ആ ചോദ്യങ്ങൾക്ക് വെള്ളിയാഴ്ച മറുപടി നൽകണം. അതിൽ കോടതി പറയുന്നുണ്ട്, ഇത്രയധികം ആളുകളെ ഒരുമിച്ച് കയറ്റിവിടുന്നത് എന്തിനാണ്? ഒരു മിനിറ്റിൽ 80 പേർ കയറണമെന്ന നിർബന്ധം പിടിക്കണോ എന്നാണ് കോടതി ചോദിക്കുന്നത്. ഒരു മിനിറ്റിൽ 50 പേരെ ആക്കിയത് കുറച്ചുകൂടെ എന്ന് കോടതി ചോദിക്കുന്നുണ്ട്. ദേവസ്വം ബോർഡിനോടും സർക്കാരിനോടുമാണ് വിശദീകരണം തേടിയിരിക്കുന്നത്. രണ്ടുപേരും വെള്ളിയാഴ്ച മറ്റന്നാൾ മറുപടി നൽകുകയും വേണം. പക്ഷെ അത് വിമർശനങ്ങളല്ല എന്നാണ് CPM പ്രതിനിധി പറയുന്നത്. അങ്ങയുടെ മറുപടി, അങ്ങയുടെ പ്രതികരണം. ഇതിൽ നമ്മൾ തർക്കത്തിന് വേണ്ടി തർക്കിച്ചതുകൊണ്ടോ വാദവും വിവാദവും ഉണ്ടാക്കിയതുകൊണ്ടോ കാര്യമില്ല. ഒരു കാര്യം ബഹുമാനപ്പെട്ട അരുൺകുമാറും മനസ്സിലാക്കുന്നത് നല്ലതാണ്. നമ്മുടെ ഈ രാജ്യത്ത് ശബരിമലയെ പോലെയോ ശബരിമലയേക്കാൾ വളരെ കൂടുതലോ ആളുകൾ ദർശനം നടത്തുന്ന, ഒരു ദിവസം തന്നെ ദർശനത്തിന് വരുന്ന ഏതാണ്ട് 10-50-ലധികം ക്ഷേത്രങ്ങളുണ്ട്. ശരിയാണ്, ശബരിമലക്ക് ചില സവിശേഷതകളുണ്ട്. അതൊരു കാനന ക്ഷേത്രമാണ്. എല്ലാ ദിവസവും നട തുറക്കുന്ന ഒരു ക്ഷേത്രമല്ല. അങ്ങനെയുള്ള ചില സവിശേഷതകൾ ശബരിമലക്കുണ്ട് എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഇതിനേക്കാളും കൂടുതൽ ആളുകൾ, ലക്ഷക്കണക്കിന് ആളുകൾ ഒരു ദിവസം തന്നെ ദർശനത്തിൽ വന്ന ക്ഷേത്രങ്ങൾ ധാരാളമായി വേറെയുണ്ട്. അവിടെ വിവാദങ്ങൾ ഉണ്ടാവുന്നില്ല. അവിടെ ആ ക്ഷേത്രങ്ങളെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഇങ്ങനെ ചർച്ചകൾ നടക്കാറില്ല. അവിടെ കാര്യങ്ങളൊക്കെ സ്മൂത്തായി നടന്നു പോവുകയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ശബരിമലയിൽ ഇതുപോലെ എല്ലാ മണ്ഡലകാലം ആരംഭിക്കുന്ന സമയത്തും മകരവിളക്ക് സമയത്തും ചർച്ചകൾ നടത്തേണ്ടി വരുന്നത് എന്നുള്ളത് അത് കേവലം രാഷ്ട്രീയമായ ഉദ്ദേശം വെച്ച് മാത്രമാണ്, ദുഷ്ടലാക്കോടുകൂടിയാണ് എന്ന് ആരോപിക്കാം. പക്ഷേ അവിടെ പോയി വരുന്ന ലക്ഷക്കണക്കിന് ആളുകൾ, അവരുടെ അനുഭവമാണ്, അവരുടെ ദുരിതങ്ങളാണ് ഇത്തരം ചർച്ചകൾക്ക്, അവർ ലോകത്തോട് വിളിച്ചു പറയുന്ന കാര്യങ്ങളാണ്, അത് ഏറ്റുപറയുന്ന, അത് ലോകത്തെ അറിയിക്കുന്ന മാധ്യമങ്ങളുടെ റിപ്പോർട്ടിങ്ങുകളാണ്, നേരിട്ട് കണ്ടുള്ള കാര്യങ്ങളാണ് ഇത്തരം ചർച്ചകൾക്കിടയാക്കുന്നത്. ആ ചർച്ചകൾ കഴിഞ്ഞ മകരവിളക്കിന്റെ സമയത്ത്, ഏറ്റവും അവസാനമൊക്കെ വരുന്ന സമയത്ത് ഇങ്ങനെയുള്ള ചർച്ചകൾ വ്യാപകമായി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് കാര്യങ്ങൾ ഒരുവിധം ഭംഗിയായി നടന്നുപോയി എന്നുള്ളതുകൊണ്ട് തന്നെയാണ്, നടന്നത് തന്നെ അംഗീകരിക്കണമല്ലോ. ആ സമയത്ത് ചർച്ചകൾ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടായത് എന്തുകൊണ്ട് എന്നുള്ളത് അത് ശരിയായ രീതിയിൽ ചിന്തിച്ചുകൊണ്ട് പരിഹാരം ഉണ്ടാക്കാൻ വേണ്ടിയാണ് ഉത്തരവാദപ്പെട്ടവരും അവരെ ന്യായീകരിക്കാൻ വേണ്ടി വരുന്നവരും ശ്രദ്ധിക്കേണ്ടതെന്നാണ് പറയാനുള്ള ഒരു കാര്യം. രണ്ടാമത്, ഇപ്പോൾ കോടതിയുടെ ഇടപെടൽ പറയുന്നു. എന്തുകൊണ്ടാണ് കോടതി ഇടപെടുന്നത്? ഇവിടെ സർക്കാരിന്റെ ദേവസ്വം ബോർഡിനെ നിയന്ത്രിക്കാൻ, ദേവസ്വം ബോർഡാണ് ശബരിമലയെ നിയന്ത്രിക്കുന്നത്. അതിനുപരിയായി ഒരു ഹൈക്കോടതി എങ്ങനെയാണ് വന്നത്? കേരളത്തിൽ ധാരാളം ക്ഷേത്രങ്ങൾ വേറെ ഉണ്ടല്ലോ. പക്ഷെ ശബരിമലയെക്കുറിച്ച് മാത്രം, ശബരിമലയ്ക്ക് വേണ്ടി മാത്രം എന്ന് പറഞ്ഞതുപോലെ ഒരു ദേവസ്വം ബെഞ്ച് വരികയാണ്. അവിടെ ഏത് കാര്യം നടക്കണമെങ്കിലും ഹൈക്കോടതിയുടെ അനുമതി വേണം എന്നൊരു സാഹചര്യം ഉണ്ടാവുകയാണ്. എങ്ങനെയാണ് ഈ സാഹചര്യം ഉണ്ടായത്? ഈ സാഹചര്യം ഉണ്ടായത് ഇവിടെ കാലാകാലങ്ങളിൽ ഭരിച്ച ഗവൺമെന്റുകൾ നിയോഗിച്ച ദേവസ്വം ബോർഡുകൾ നടത്തിയ തെറ്റായ ഭരണവും അവരുടെ കെടുകാര്യസ്ഥതയും അവരുടെ അഴിമതിയും അതൊക്കെയാണ് കോടതിയുടെ നിരന്തരമായ ഇടപെടലിന് ഇടയാക്കിയത് എന്നൊരു യാഥാർത്ഥ്യമുണ്ട്. മറ്റു ക്ഷേത്രങ്ങളിൽ അങ്ങനെ ഇല്ലല്ലോ. അപ്പോൾ അത് ഇതിന്റെ ഭരണകർത്താക്കളായി വന്ന ആളുകളുടെ തെറ്റായ നീക്കങ്ങളും നടപടികളുമാണ് കോടതിയുടെ ഇടപെടലിന് ഇടയാക്കിയത്. കോടതിയുടെ ഇടപെടൽ, എല്ലാ കാര്യത്തിലും കോടതി ഇടപെടുക, അതിനെക്കുറിച്ച് കോടതി അഭിപ്രായം പറയുക, കോടതിയുടെ നിർദ്ദേശമില്ലാതെ ഒരു കാര്യം ചെയ്യാൻ പറ്റാത്ത സാഹചര്യം ഒരു ക്ഷേത്രത്തിന് വരിക എന്ന് പറയുന്നത് അത് അഭംഗിയാണ്. അതിനെ എല്ലാവർക്കും ന്യായീകരിക്കാനൊന്നും സാധ്യമല്ല. പക്ഷെ അത് അനിവാര്യമായിരിക്കുന്നു. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് കോടതി ചില ചോദ്യങ്ങൾ ചോദിക്കുന്നു. ആ കോടതി ചോദ്യങ്ങൾ ചോദിക്കാനിടയായത് എന്താണ്? കോടതി നിയോഗിച്ച, അഥവാ കോടതിയോട് ഉത്തരം പറയേണ്ടുന്ന ഉദ്യോഗസ്ഥന്മാർ ശബരിമലയിലുണ്ടല്ലോ. അവിടെ സ്പെഷ്യൽ കമ്മീഷനുണ്ട്. അദ്ദേഹം ശബരിമലയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഒരു ഡിസ്ട്രിക്ട് ജഡ്ജാണ്. അദ്ദേഹം അവിടെ തന്നെ ഉണ്ട്. അവിടുത്തെ കാര്യങ്ങൾ നിരീക്ഷിക്കാനും കോടതി അറിയിക്കാനും വേണ്ടി ഒരു ഉദ്യോഗസ്ഥനുണ്ട്. സ്വാഭാവികമായിട്ടും അവിടുത്തെ കാര്യങ്ങൾ ഹൈക്കോടതിയിലെത്തും. ഇപ്പോൾ ഇന്നലത്തെ കാര്യങ്ങൾ, ഇന്നത്തെ കാലഘട്ടത്തിൽ പൊതുവായി വരുന്ന കാര്യങ്ങൾ പോലും കോടതി ശ്രദ്ധിക്കും. കോടതി കണ്ണും ചെവിയില്ലാതെ അങ്ങനെ അടച്ചുപൂട്ടിയിരിക്കുന്നല്ല. അപ്പൊ അങ്ങനെ വരുന്ന സമയത്ത് ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ, ഭക്തന്മാരുടെ വിലാപങ്ങൾ, അവരുടെ കഷ്ടപ്പാടുകൾ, ദുരിതങ്ങൾ, അത്തരം കാര്യങ്ങളൊക്കെ വരുന്ന സമയത്ത് ഈ നിലയിലുള്ള ചോദ്യങ്ങൾ കോടതി ചോദിക്കുന്നു എന്ന് പോലീസ് വിന്യാസം വേണ്ട വിധത്തിലില്ല എന്നൊരു വിമർശനം ഉയരുമ്പോൾ കേന്ദ്രസേന സമയത്തിന് എത്തിയില്ല എന്നൊരു കാര്യം കൂടിയുണ്ട്. അതുകൂടിയാണ് തിരക്ക് നിയന്ത്രിക്കുന്നതിൽ ഒരു തടസ്സമായിട്ടുള്ളത്. അതിനോടുള്ള അങ്ങയുടെ പ്രതികരണം. കേന്ദ്രസേനയെ എപ്പോഴാണ് അറിയിച്ചത്, വിളിച്ചത് എന്നുള്ളത് കൂടി ബന്ധപ്പെട്ട ആളുകൾ പറയണം. ഞാൻ മനസ്സിലാക്കിയത് ഈ അടുത്ത ദിവസങ്ങളിൽ 1-2 ദിവസത്തിനുള്ളിലാണ് കേന്ദ്രസേനയെ വിളിച്ചത് എന്നാണ്. അല്ലാതെ നേരത്തെ തന്നെ അവർക്ക് അറിയിപ്പ് കൊടുത്ത് അവര് വരാൻ താമസിച്ചതല്ല, അവരെ വിളിക്കാൻ താമസിച്ചതാണ് അവരെത്താൻ വൈകാൻ കാരണം എന്നുള്ളതാണ്. ഞാൻ ശബരിമലയിൽ ഉണ്ടായിരുന്നു, ഇന്നലെ മുതൽ ഉണ്ടായിരുന്നു, ഇന്നിപ്പോൾ ഇറങ്ങിയതേ ഉള്ളൂ.
അപ്പോൾ അവിടെ എല്ലാവരുമായിട്ട് സംസാരിച്ചിട്ടുണ്ട്. ആ സംസാരിച്ചതിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയ കാര്യം, കേന്ദ്രസേന ബോധപൂർവ്വം കുഴപ്പമുണ്ടായിക്കോട്ടെ, തിരക്കുണ്ടായിക്കോട്ടെ, എന്നിട്ട് ഞങ്ങൾക്ക് അവിടെ പോയി ശാന്തമാക്കാം എന്ന് വിചാരിച്ചിട്ടല്ല, സമയത്തിന് കാര്യങ്ങൾ അറിയിക്കാത്തതാണ് പ്രശ്നം എന്നുള്ളതാണ് ഒരു കാര്യം. അതിനിടയാക്കി എന്തായിരിക്കും? ഒരു കാര്യം ഞാനിപ്പോൾ പറയാം. ഇപ്പോൾ ശബരിമലയിൽ സ്വർണ്ണക്കൊള്ളയുണ്ടായി, അതുമായി ബന്ധപ്പെട്ട നിരന്തരമായ ചർച്ചകളും പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ഒരു സ്തംഭനാവസ്ഥയുണ്ടായി എന്നുള്ളത് ശരി. പക്ഷെ ഒരു കാര്യമുള്ളത്, അത് എല്ലാവരും ചിന്തിക്കേണ്ടുന്ന ഒരു കാര്യമാണ്. ഈ കഴിഞ്ഞ ദേവസ്വം ബോർഡ്, ആ ദേവസ്വം ബോർഡ് കാലാവധി കഴിഞ്ഞാലും തുടരും എന്നൊരു പ്രചരണം നേരത്തെ ഉണ്ടായിരുന്നു. തുടരുമെന്ന് അവർ കരുതിയിരിക്കാം. പക്ഷേ ഈ സമയത്ത് വന്ന സ്വർണ്ണക്കൊള്ള അതുപോലുള്ള കാര്യങ്ങൾ അവരെ ഒരു തരത്തിലും ആ സ്ഥാനത്തിരുത്താൻ പറ്റില്ല എന്ന് പൊതുസമൂഹം ഉൾപ്പെടെ എല്ലാവരുടെയും ഒരു വിലയിരുത്തലിന്റെയും അഭിപ്രായങ്ങളുടെയും അടിസ്ഥാനത്തിൽ, പൊതുജനാഭിപ്രായത്തിന്റെ അടിസ്ഥാനത്തിൽ അവർക്ക് കാലാവധി നീട്ടിക്കൊടുത്തില്ല. പക്ഷെ ഒരു കാര്യമുള്ളത്, കാലാവധി നീട്ടിക്കൊടുത്തില്ല എന്നുള്ള രണ്ടാമത്തെ കാര്യമാണ്. അത് എല്ലാവരും ചർച്ച ചെയ്യണമെന്ന ഒരു കാര്യമാണ്. ഒരു ദേവസ്വം ബോർഡിന്റെ കാലാവധി അവസാനിക്കുന്നത് നവംബർ മാസം 12-ാം തീയതിയാണ്, 12-13 അപ്പോൾ നവംബർ 13 കാലാവധി അവസാനിക്കുമ്പോൾ സ്വാഭാവികമായി വൃശ്ചിക 1 നട തുറക്കുമ്പോൾ തലേന്ന് സംക്രമത്തിന് നട തുറക്കുക എന്ന് പറയുമ്പോൾ 16 17 നട തുറക്കും. ഈ പ്രാവശ്യം 17 ആണ് നട തുറക്കുന്നത്. അപ്പോൾ 2 വർഷം കാലാവധി കഴിഞ്ഞിട്ട് പുതിയൊരു ദേവസ്വം ബോർഡ് വന്നാൽ ആ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അധികാരം ഏറ്റെടുത്തു കഴിഞ്ഞാൽ ദേവസ്വം ബോർഡ് തുടർച്ചയായെന്നുള്ളത് ശരി. പക്ഷേ എങ്കിൽ പോലും നേരത്തെയുള്ള പ്രസിഡന്റിന് അവരുടെ കാലാവധി കഴിയുന്ന സമയത്ത് അവർ സ്വാഭാവികമായി കാര്യങ്ങളൊന്നും ഇടപെടുന്നില്ല. അവര് വേണ്ട ആസൂത്രണങ്ങൾ ചെയ്യുന്നില്ല. അവര് അടിയന്തരമായി നടത്തേണ്ടുന്ന കാര്യങ്ങളൊന്നും ചെയ്യാത്തതിന്റെ പ്രശ്നം ഇതിലുണ്ട് എന്ന് ഇപ്പോൾ ചുമതലയേറ്റ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് നേരത്തെ ഉള്ള ആസൂത്രണത്തിന്റെ കുറവാണ് ഇപ്പോൾ പ്രശ്നം ഉണ്ടായതെന്ന് അദ്ദേഹം തന്നെ പറഞ്ഞല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ ഒരു 5 ദിവസം കൊണ്ട് വന്ന ഒരു പുതിയ പ്രസിഡന്റിന് ചെയ്യാൻ കഴിയില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. അതിനെന്ത് പരിഹാരം ഉണ്ടാകണം? അത് നേരത്തെ ആക്കാൻ പറ്റുമോ? അല്ലെ 6 മാസം നീട്ടിക്കൊടുത്തിട്ടോ? ഈ പ്രശ്നങ്ങൾ എല്ലാ വർഷവും ഓരോ 2 വർഷം കൂടും ആവർത്തിക്കും എന്നുള്ളത് വളരെ കാര്യം ശരിയാണ്. അത് നമ്മളുടെ അനുഭവത്തിൽ വരികയാണ്. അപ്പോൾ ഒരു കാര്യം കൂടി സൂചിപ്പിക്കുകയാണ്, ഇതൊന്നും ഈ പറയുന്ന കോടതിയുടെ ദർശനത്തിന്റെ കാര്യം മാത്രമല്ല. അവിടെ ആയിരക്കണക്കിന് വർഷമായി ശബരിമല ക്ഷേത്രമുണ്ട്. ഏതായാലും നമ്മുടെ ഓർമ്മയിൽ എന്തായാലും 100 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ 50 കൊല്ലമായിട്ട്, അല്ലെങ്കിൽ 40 കൊല്ലമായിട്ട്, 25 കൊല്ലമായിട്ട് നമ്മളിത് കാണുകയും കേൾക്കുകയും ചെയ്യുന്നുണ്ട്. അവിടെ സ്പോട്ട് ബുക്കിംഗ് ഉണ്ടായിരുന്നില്ല, അവിടെ ഇതുപോലെ വെർച്വൽ ക്യൂ ഉണ്ടായിരുന്നില്ല. അവിടെ ലക്ഷക്കണക്കിന് ഭക്തന്മാർ വന്നിരുന്നു. അവർ ശാന്തരമായി സുഖദർശനം നടത്തിക്കൊണ്ട് അവർ തിരിച്ചു പോയൊരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇപ്പോൾ നേരത്തെ തന്നെ വിവരം കിട്ടിയാണ് എത്ര പേരാണ് ഒരു ദിവസം വരിക എന്നുള്ളത്. വെർച്വൽ ക്യൂ ബുക്കിങ്ങിലൂടെ 1 മാസം മുമ്പ് വിവരം കിട്ടിയാണ്. ഡിസംബർ 18 എത്ര പേര് വരും, ഡിസംബർ 19 എത്ര പേര് വരും എന്ന് നേരത്തെ തന്നെ കിട്ടും. അങ്ങനെ കിട്ടുന്നവർക്ക് വേണ്ടിയുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. നിലയ്ക്കലുണ്ടോ, പമ്പയിലുണ്ടോ, സന്നിധാനത്തുണ്ടോ, കുടിവെള്ളം കൊടുക്കാൻ സൗകര്യമുണ്ടോ, അവർക്ക് പ്രാഥമിക സൗകര്യങ്ങൾ നിർവഹിക്കാനുള്ള സൗകര്യമുണ്ടോ? ഇതൊന്നും ഇല്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. 50,000 ആൾ വന്നാൽ പോലും ഉള്ള സൗകര്യമില്ല. ഇനി കോടതി പറയുന്ന പോലെ 25,000 ആക്കിയാലും അവർക്കുള്ള സൗകര്യവും സന്നിധാനത്തില്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഒരു ദേവസ്വം ബോർഡ്, പിന്നെ എന്തിനാണ് ഇത്ര ഒരു ഭരണം എന്നുള്ളതാണ് ചോദ്യം. ശരി. ഡിബേറ്റ് വിത്ത് സ്മൃതി പരുത്തിക്കാട്.